Welcome back to Bosco Campus Vision. This is Rani, Assistant Professor in the Department of Commerce, Don Bosco College, Kottayam. The last class we discussed the problem relating to dissolution of partnership. Today we are going to discuss another problem. The specialty of this problem, the accounts are maintained under fixed capital method. In this problem, accounts are recorded or accounts are maintained under fixed capital method. Okay. Today's question is this. The following is the balance sheet of X, Y and Z as on 31st December 2016. Balance sheet, liability side. Capital account, X 30,000, Y 20,000, Z 10,000. Current accounts, X 5,000, Z 6,000. Mrs. X loan 8,000, reserve 6,000, creditors 18,000. Then asset side, premises 22,000, furniture 7,000, investments 10,000, stock 24,000, debtors 32,500, cash 4,500, Y's current account 3,000, balance sheet total 1,03,000. Paragraph. The partners were sharing profit and losses in the ratio of their capital. The firm is dissolved. First, additional information. Premises and debtors realized rupees 29,000 and 27,500 respectively. Second one, Y took over half of the stock for rupees 9,000 and the balance was sold for rupees 9,200. Mrs. X had agreed to accept the furniture of rupees 7,000 in full settlement of her loan account. Third item, creditors amounting to rupees 12,000 agreed to accept the investment in full settlement. Balance of the creditors was paid at a discount of 10%. Realization expenses amounted to rupees 2,200. Prepare ledger accounts on dissolution of the firm. First we prepare a realization account. Okay, realization account. First we asset close the company. First premises worth rupees 22,000. 22,000, then furniture 7,000, investment 10,000, stock 24,000, debtors 32,500. Now asset ella close cheythu transfer cheയ്തു. Then liabilities ഇവിടെ രണ്ട് ഐറ്റമേ പറയുന്നുള്ളൂ. By Mrs. X loan 8,000, then creditors 18,000. അപ്പോൾ Mrs. X loan എന്ന് പറയുന്നത് 8,000, creditors എന്ന് പറയുന്നത് 18,000 ആണ്. ഓക്കേ. അപ്പോൾ asset ട്രാൻസ്ഫർ ചെയ്തു, liability ട്രാൻസ്ഫർ ചെയ്തു, then asset റിയലൈസ് ചെയ്യണം. ഓക്കേ. ഇവിടെ നോക്കിയേ, പ്രീമിസസ് എത്ര രൂപയ്ക്കാണ്? 29,000 പ്രീമിസസ് റിയലൈസ് ചെയ്തു. ദെൻ ഡെറ്റേഴ്സ് 27,500 റുപ്പീസിന് ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്തു. ദെൻ സ്റ്റോക്ക് 9,200 റുപ്പീസിന് സ്റ്റോക്ക് റിയലൈസ് ചെയ്തു. അങ്ങനെ നമുക്ക് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്ത് കിട്ടിയത് ഈ മൂന്ന് അസറ്റ് ആണ്. 65,700 റുപ്പീസ് ആണ്. 65,700 റുപ്പീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലൈബിലിറ്റീസ് പേ ചെയ്യാം. അവിടെ നമ്മുടെ മിസ്സസ് എക്സ് ലോൺ നമുക്കിവിടെ 8,000 റുപ്പീസ് ഉണ്ട് അല്ലെ. ഈ മിസ്സസ് എക്സ് എന്ത് ചെയ്തെന്ന് അറിയാമോ? അയാളുടെ ലോണിന് പകരം, ഈ മിസ്സസ് എക്സിന്റെ അവരുടെ ലോണിന് പകരമായിട്ട് അവർ ഈ ഫർണിച്ചർ ഏറ്റെടുത്തോണ്ട് പോയി. അപ്പം ഒരു ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാൻ ഒരു അസറ്റ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുവെങ്കിൽ ആ അസറ്റ് റിയലൈസ് ചെയ്തതും കാണിക്കേണ്ട, ആ ലൈബിലിറ്റി പേ ചെയ്തതായിട്ടും കാണിക്കേണ്ട. ക്ലിയർ ആണോ? ഇവിടെ മിസ്സസ് എക്സ് ലോൺ സെറ്റിൽ ചെയ്യാനായിട്ട് മിസ്സസ് എക്സ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ടേക്ക് ഓവർ ദ ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഈ 7,000 രൂപ റിയലൈസ് ചെയ്തതായിട്ടും കാണിക്കേണ്ട, ഈ ലോൺ പേ ചെയ്തതായിട്ടും കാണിക്കേണ്ട. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കിയാൽ ലൈബിലിറ്റിയുടെ വരുന്നത്. പിന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ 18,000 റുപ്പീസ് ആണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. അതില് 12,000 വർത്ത് റുപ്പീസ് ഉള്ള ഒരു ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ രണ്ടായിട്ട് എ ബി ഒരു രണ്ട് പേരുടെ കയ്യിൽ നിന്ന് എടുത്ത ഒരു രണ്ട് സപ്ലയർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് 12,000ഉം അടുത്തെന്ന് പറയുന്നത് 6,000ഉം, അങ്ങനെ ടോട്ടൽ 18,000. അപ്പൊ ഈ 12,000 റുപ്പീസിന്റെ വാല്യൂ ഉള്ള ക്രെഡിറ്റേഴ്സ് എന്താ ചെയ്തതെന്ന് അറിയാവോ? സ്റ്റോക്കിന്റെ പകുതി എടുത്തിട്ട് പോയി. സ്റ്റോക്കിന്റെ പകുതി എടുത്ത് എന്താണ്, സ്റ്റോക്കിന്റെ പകുതി എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വാല്യൂ ഇട്ടങ്ങ് കൊണ്ടുപോയി. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, പിന്നെ ഓക്കെ 12,000 വാല്യൂ വരുന്ന ഒരു പിന്നെ 12,000 വാല്യൂ ഉള്ള ഒരു അസറ്റ്, ഒരു ക്രെഡിറ്റേഴ്സ് ഏത് നമ്മൾ എടുത്തു എന്നാണ് പറയുന്നത്? സ്റ്റോക്ക് പകുതി സ്റ്റോക്ക് എടുത്തിട്ട് പോയി. എത്ര രൂപ വാല്യൂ ഇട്ടിട്ടാണ്? 9,200 റുപ്പീസ് വാല്യൂ ഇട്ടിട്ട് എടുത്തിട്ട് പോയി. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ,
നെക്സ്റ്റ് നമുക്ക് ലയബിലിറ്റീസ് റീപേ ചെയ്യുന്നതിന്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ മിസ്സസ് എക്സ് ലോൺ 8,000 ഉണ്ടായിരുന്നു. മിസ്സസ് എക്സ് എന്ത് ചെയ്തു? നമ്മുടെ ഫർണിച്ചർ ഫുള്ളും ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അവരുടെ ആ ലൈബിലിറ്റി സെറ്റിൽ ചെയ്തു. ഓക്കെ, അപ്പം ഒരു ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി ക്ലിയർ ചെയ്യാൻ ഒരു അസറ്റ് ഫുൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ അസറ്റ് പേ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആ അസറ്റ് റിയലൈസ് ചെയ്തതായിട്ടോ ആ ലൈബിലിറ്റി പേ ചെയ്തതായിട്ടോ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കണ്ട. ഓക്കെ അല്ലേ? ഒന്നുകൂടെ മിസ് പറയാം. ഇവിടെ മിസ്സസ് എക്സ് ലോൺ 8,000 റുപ്പീസിന്റെ ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഫർണിച്ചർ 7,000ന്റെ ഫർണിച്ചർ അവർക്ക് കൊടുത്തു, അതങ്ങ് സെറ്റിൽ ചെയ്തു. ഓക്കെ, അപ്പൊ പിന്നെ ഈ 7,000 റിയലൈസ് ചെയ്തതായിട്ടും കാണിച്ചില്ല, ലോൺ റീപേ ചെയ്തതായിട്ടും കാണിക്കണ്ട. ഓക്കെ, അപ്പൊ ആ ഒരെണ്ണം കഴിഞ്ഞല്ലോ, മിസ്സസ് എക്സ് ലോൺ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്ത നോക്കിയാൽ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ 12,000 വാല്യൂ ഉള്ള ഒരു ക്രെഡിറ്റർ, 12,000 വാല്യൂവിന്റെ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇൻവെസ്റ്റ്മെന്റ് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് ആ ലൈബിലിറ്റിയും പേ ചെയ്തു. ശ്രദ്ധിക്കണേ, 18,000 ആണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ്. നമുക്ക് അത് അസ്യൂം ചെയ്യാം, രണ്ട് വ്യക്തികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായിട്ട് അസ്യൂം ചെയ്യാം, രണ്ട് സപ്ലയേഴ്സ് ആയിട്ടായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു ക്രെഡിറ്റർ എന്ന് പറയുന്നത് 12,000ന്റെ, ഒരു ക്രെഡിറ്റർ എന്ന് പറയുന്നത് 6,000 റുപ്പീസിന്റെ. അതിൽ 12,000 വാല്യൂ ഉള്ള ഒരു ക്രെഡിറ്റേഴ്സ് എന്തെടുത്തുകൊണ്ട് പോയി? ഇൻവെസ്റ്റ്മെന്റ് എടുത്തുകൊണ്ട് അവരുടെ ലൈബിലിറ്റി സെറ്റ് ചെയ്തു. അപ്പം ആ 12,000 പേ ചെയ്തതായിട്ടും കാണിക്കേണ്ട, ഈ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്തതായിട്ടും കാണിക്കേണ്ട. ഓക്കെ ആണല്ലോ? അപ്പൊ പിന്നെ ബാക്കി നോക്കിയാൽ ബാക്കി ക്രെഡിറ്റേഴ്സ് എത്ര ഉള്ളത്? 18,000 നിന്ന് 12,000 പോയി കഴിയുമ്പോൾ അടുത്ത ബാലൻസ് ഉള്ളത് എത്രയാണ്? 6,000 ആണ്. അത് 10% എന്ത് ചെയ്തു? ഡിസ്കൗണ്ടിൽ പേ ചെയ്തു. അപ്പൊ നോക്കിയേ, 5,000 6,000ന്റെ പിന്നെ 10% മൈനസ് ചെയ്തു, 600 മൈനസ് ചെയ്തപ്പോ 5,400. ഓക്കെ, അപ്പൊ 5,400 എഴുതി. ദെൻ എക്സ്പെൻസസ് 2,300 ഉണ്ട്. അങ്ങനെ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ ക്യാഷ് പെയ്ഡ് 7,600 റുപ്പീസ് എഴുതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ദെൻ ഇത്ര എഴുതി കഴിഞ്ഞു. ദെൻ വൈയുടെ നോക്കിയേ, വൈസ് കറണ്ട് അക്കൗണ്ട് എന്താണ്? സ്റ്റോക്ക് 9,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാലൻസ് സ്റ്റോക്ക് റിയലൈസ് ചെയ്ത് എത്രയാണ്? 9,000 റുപ്പീസിനാണ്. വൈ എടുത്തു, ആ വാല്യൂ വൈ എടുത്തുകൊണ്ട് പോയി വൈയുടെ, അപ്പം നമ്മൾ എന്ത് എഴുതി? 9,000 റുപ്പീസ് എഴുതി. ദെൻ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ്. ടോട്ടൽ 1,03,100 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 2,400 ആണ്. 3:2:1 ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം തന്നെ ഏത് അക്കൗണ്ടിലായിരിക്കണം? പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല, പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് എഴുതി. എക്സ് കറന്റ് അക്കൗണ്ട് 1,200, വൈസ് കറന്റ് അക്കൗണ്ട് 800, ഇസഡ് കറന്റ് അക്കൗണ്ട് 400. ഇതാണ് എന്തെന്ന് പറയുക? റിയലൈസേഷൻ അക്കൗണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് പ്രോബ്ലം റിലേറ്റിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഏത് മെത്തേഡിലാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനില് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസും കറണ്ട് അക്കൗണ്ട് ബാലൻസും തന്നിട്ടുണ്ട്. രണ്ട് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് മെത്തേഡിൽ മാത്രമേ രണ്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാറുള്ളൂ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മാത്രമേ നമ്മൾ 2 അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകതയാണ് ഇൻ ദിസ് കേസ് 2 അക്കൗണ്ട്സ് ആർ ഓപ്പൺ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ലിസൺ. ഫസ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഓപ്പൺ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട്. ക്യാപിറ്റൽ ബാലൻസ് ആണ് amount given in the balance sheet. 30,000 rupees, 20,000 rupees and 10,000 rupees. X, Y, Z. ഇത് മാത്രം എഴുതിയിട്ട് നമ്മുടെ ഈ അക്കൗണ്ട് ഇവിടെ നിർത്തുക. Then we open partners current account. Okay. നോക്കാം, partners current account balance brought out. X and Z have credit balance. Xന്റെയും Yയുടെയും കറണ്ട് അക്കൗണ്ട് ബാലൻസ് ലൈബിലിറ്റി സൈഡിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട് 5,000 for X, 6,000 for Z. Okay. Then അതുപോലെ വൈയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഗിവൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആണ്. ടു ബാലൻസ് ബ്രോഡ് ഔൺ. വൈക്ക് മാത്രം 3,000. അപ്പൊ ബാലൻസ് ബ്രോഡ് ഔൺ എഴുതി. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഫിഗർ ആണ് എടുത്ത് എഴുതിയത്. ക്യാപിറ്റൽ ബാലൻസ് എഴുതി, കറണ്ട് അക്കൗണ്ട് ബാലൻസ് എഴുതി. ഓക്കെ, then all the adjustments are made. That means interest on capital, profit, drawings ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് എവിടെ ചെയ്യാം? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ചെയ്യാം. ഓക്കെ, റിസർവ് നമ്മുടെ 3:2:1 നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 3,000 ഫോർ എക്സ്, 2,000 ഫോർ വൈ, 1,000 ഫോർ ഇസഡ്. റിസർവ് ഡിവൈഡ് ചെയ്തു. ദെൻ അടുത്ത റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ ലോസ് എക്സിന്റെ ഷെയർ ഓഫ് ലോസ് 1,200, വൈ ഷെയർ 800, ഇസഡ് ഷെയർ 400 ആണ്. ഓക്കെ,
ഇത് കഴിഞ്ഞ് then 9,000 rupees വൈയുടെ മാത്രം റിയലൈസേഷൻ ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതിയേക്കുന്ന ഇതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന എൻട്രി എന്ന് പറയുന്നത് എന്താണ്, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ ആണ്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ ആണ്. അതുകൊണ്ടാണ് വൈയുടെ ക്യാപിറ്റൽ നമ്മൾ എന്ത് എഴുതുക, ടു റിയലൈസേഷൻ എഴുതുക. റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്തായിരിക്കും എഴുതിയേക്കുക, വൈ എന്നായിരിക്കും എഴുതിയേക്കുന്നത്. എന്തെങ്കിലും അസറ്റ് ടേക്ക് ഓവർ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ഫിഗേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, ഈ ഫിഗർ അക്കൗണ്ട് ബാലൻസ് ചെയ്തതാണ്, ഈ ഫിഗർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതാണ്, ഈ ഫിഗറും അക്കൗണ്ട് ബാലൻസ് ചെയ്തതാണ്. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം കറണ്ട് അക്കൗണ്ട് ബാലൻസ് എഴുതി. ഈ ഫിഗറും ഈ 3,000 എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തതാണ്. ദെൻ അക്യുമുലേറ്റഡ് റിസർവ് നമ്മൾ ഡിവൈഡ് ചെയ്തു. പിന്നെ അതുപോലെ റിയലൈസേഷൻ ലോസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. ദെൻ അസറ്റ് ടേക്ക് ഓവർ ചെയ്തു വൈ, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. നോക്കിയേ, ഇവിടെ എക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ബാലൻസ് ആണ് 5,000 പ്ലസ് 3,000 8,000 ആണ്. ഇവിടെ 1,200 മൈനസ് ചെയ്യുമ്പോൾ 6,800 ഡിഫറൻസ് കിട്ടി. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഒരിക്കലും അവിടെ നമ്മൾ ക്യാഷ് എഴുതില്ല. ആ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാലൻസ് ചെയ്യുക. ഓക്കെ, കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇവിടെ എക്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 6,800 ആണ്. അത് എക്സിന്റെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, ടു ക്യാഷിന് പകരം നമ്മൾ ഇവിടെ എന്ത് എഴുതുക, ടു എക്സ് ക്യാപിറ്റൽ എഴുതുക. ടു എക്സ് ക്യാപിറ്റൽ എഴുതുക. മനസ്സിലായോ? ദെൻ അടുത്തത് ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ബാലൻസ് ആണ് 7,000 ആണ്. 6,000 പ്ലസ് 1,000 7,000 ആണ് ടോട്ടൽ. ആ 7,000 400 മൈനസ് ചെയ്തു. 6,600 ആണ് ബാലൻസ്. അപ്പൊ ഇസഡിന്റെ പോർഷൻ ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇസഡിന്റെ പോർഷൻ 6,600 എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് വൈയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാണ് ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. 3,000 പ്ലസ് 800 പ്ലസ് 9,000 12,800 rupees ആണ് വൈക്ക് ഡെബിറ്റ് ടോട്ടൽ ഉള്ളത്. അതിൽ നിന്ന് 2,000 റിസർവിന്റെ ഫിഗർ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് 10,800 ആണ്. അതും വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, വൈ ആണ് വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇസഡ് ആണ് ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാലൻസ് 3 ട്രാൻസ്ഫർ ചെയ്തു. ഈ പോർഷൻ ഇത് ഈ 3 ഫിഗറും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ട്. നോക്കിയേ, വൈയുടെ ആദ്യം നോക്കാൻ 10,800 എന്തായിരിക്കും എൻട്രി, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു വൈസ് കറണ്ട് അക്കൗണ്ട് ആണ്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു വൈസ് കറണ്ട് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് എഴുതി, ടു വൈസ് കറണ്ട് അക്കൗണ്ട് എഴുതി. വൈയുടെ കോളത്തിൽ മാത്രം 10,800 പോസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, എക്സിന്റെ കോളത്തില് 6,800 ആണ്. ഇവിടെ എൻട്രി എന്താണ്, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് കറണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. എക്സിന്റെ കറണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് എഴുതുക, എക്സ് കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതുക. അതുപോലെ ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ഇസഡിന്റെ കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതുക. എക്സ് കറണ്ട് അക്കൗണ്ട് ദെൻ ഇസഡ് കറണ്ട് അക്കൗണ്ട്. എക്സിന്റെ ഫിഗർ 6,800 ദെൻ ഇസഡിന്റെ ഫിഗർ 6,600. അപ്പൊ ഈ ഫിഗർ എഴുതി നമ്മൾ ഇത് കഴിഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഇത് ഓൾറെഡി കഴിഞ്ഞു. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാനാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ആ കിട്ടുന്ന ഡിഫറൻസ് ആണ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ കിട്ടുന്ന ഫിഗർ ആണ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എക്സിനെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ചെയ്തപ്പോൾ 36,800 കിട്ടി. വൈയെ സംബന്ധിച്ചിടത്തോളം 9,200 കിട്ടി. ഇസഡിനെ സംബന്ധിച്ചിടത്തോളം 16,600 ആണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഈ ഫിഗർ മാത്രമാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് ആണ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ബ്രോഡ് ഔട്ട്. That means the 4,500 amount given in the balance sheet ആണ്. To balance brought down 4,500. Then asset realize ചെയ്ത് asset വിറ്റ് കിട്ടി. ഈ സൈഡിലെല്ലാം ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതും ഇതെല്ലാം ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ അസറ്റ് റിയലൈസ് ചെയ്തത് 65,700 rupeesന്റെ അസറ്റ് റിയലൈസ് ചെയ്തു. Then ലൈബിലിറ്റീസും റിയലൈസേഷൻ എക്സ്പെൻസസും കൂടി പേ ചെയ്തത് എത്രയാണ്, റിയലൈസേഷൻ 7,600 rupees ആണ്. ഓക്കെ, ദെൻ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ക്യാപിറ്റൽ ആദ്യം കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ആ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്ത ഫിഗർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ആ ക്യാപിറ്റൽ ബാലൻസ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ് എക്സ് ക്യാപിറ്റൽ 36,800. ദെൻ വൈസ് ക്യാപിറ്റൽ 9,200. ദെൻ ഇസഡ് ക്യാപിറ്റൽ 16,600. ഓക്കെ, അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 70,200. അപ്പൊ ക്യാഷ് ഡെബിറ്റും എന്താണ് ക്രെഡിറ്റും ഈക്വൽ ആയി. ഓക്കെ, നമ്മൾ ഏകദേശം
4 പ്രോബ്ലം നമ്മൾ ഇതിനകം ചെയ്ത് കഴിഞ്ഞു. പല ക്ലാസ്സുകളിലായിട്ട് 4 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് വി വിൽ സീ വിത്ത് ഗാർണർ വേഴ്സസ് മൊറേ കേസ്.